നമസ്കാരം. മന്ത്രി സി.പി. ജോണിന്റെ വിവാദ പരാമർശത്തിൽ മാപ്പുകൊണ്ട് കാര്യമില്ലെന്ന വിലയിരുത്തലിൽ കെ.പി.സി.സി നേതൃത്വം സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിച്ചുള്ള പ്രസ്താവന ഒരു ഖേദപ്രകടനത്തിൽ അവസാനിക്കില്ലെന്നാണ് നേതാക്കൾ കരുതുന്നത്. പ്രതിപക്ഷം ഏറ്റെടുത്തതോടെയാണ് പ്രസ്താവനയിൽ തിരുത്തുമായി സി.പി. ജോൺ മുന്നോട്ട് വന്നതും. കുടുംബിനികളുടെ കൈവശം പണമില്ലാത്തതുകൊണ്ടാണ് പലരും പ്രിയദർശിനിയെ ആശ്രയിക്കുന്നത്. സ്ത്രീകളുടെ ബിഹേവിയർ മനസ്സിലാക്കാൻ പ്രയാസമാണ്. ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ്. സർക്കാർ സ്കൂളുകളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുമ്പോൾ ഫീസ് കൊടുക്കേണ്ട സ്വകാര്യ സ്കൂളിലേക്കാണ് വിടുന്നത്. ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തന്റെ ഭർത്താവിനെയും അച്ഛനെയും കൊണ്ട് സർക്കാർ ആശുപത്രികളുടെ വരാന്തയിൽ കിടക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ സ്ത്രീകൾ തള്ളിക്കയറും. ഇതായിരുന്നു മന്ത്രിയുടെ വിവാദ പരാമർശം. പ്രതിപക്ഷം ഏറ്റുപിടിച്ചതോടെയാണ് സി.പി. ജോൺ തിരുത്താൻ തയ്യാറായത്. സൗജന്യ യാത്ര ആരുടെയും ഔദാര്യമല്ലെന്നും അത് സ്ത്രീകളുടെ അവകാശമാണെന്നുമാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത്. എല്ലാ സ്ത്രീകൾക്കും കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാമെന്നും മന്ത്രി വ്യക്തമാക്കി. പദ്ധതി നിർത്താനുള്ള പരിപാടിയാണോ എന്ന് ചില CPM നേതാക്കൾ സംശയം ഉന്നയിച്ചിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട. പ്രിയദർശിനി ഏറ്റവും ഭംഗിയോടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മന്ത്രി പറയുന്നു, അധിക്ഷേപ പരാമർശം നടത്തിയ ഗതാഗത വകുപ്പ് മന്ത്രി സി.പി. ജോണിനെ തള്ളി ആരോഗ്യവകുപ്പ് മന്ത്രി കെ. മുരളീധരൻ രംഗത്തെത്തിയതും സി.പി. ജോണിന് ക്ഷീണമായി. ബസ്സിൽ സർക്കാർ നൽകിയ അവകാശമാണ് സൗജന്യ യാത്ര എന്നാണ് മുരളീധരൻ പറഞ്ഞത്. സംസ്ഥാനത്തെ ആശുപത്രികളിൽ വരാന്തയിൽ കിടത്തി ചികിത്സിക്കാറില്ലെന്നും അത്തരം രീതി ഇല്ലാതാക്കി കൊണ്ടുവരികയാണെന്നും മുരളീധരൻ ജോണിനെതിരെയുള്ള പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന പദ്ധതിയെയാണ് UDF മന്ത്രി ആക്ഷേപിച്ചത് എന്ന ആരോപണമാണ് കോൺഗ്രസിൽ ശക്തമായത്. ഇത് മനസ്സിലാക്കിയാണ് ജോൺ തിരുത്തിയതെങ്കിലും അതൊന്നും ഏറ്റമട്ടില്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അത് ഉടൻ തന്നെ ഏറ്റുപിടിച്ചിരുന്നു. സി.പി. ജോണിന്റെ നിലപാട് നിന്ദ്യവും അവഹേളനപരവുമാണെന്നാണ് പിണറായി പറഞ്ഞത്. പരാമർശത്തെ കേവലം നാക്കുപിഴയായി കാണാനാകില്ലെന്നും സൗജന്യ യാത്ര നടത്തുന്ന സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചവിട്ടിമെതിക്കുന്നതായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മന്ത്രിയുടെ വാക്കുകളിൽ തെളിയുന്നത് UDF സമീപനമാണെന്നും പിണറായി കൂട്ടിച്ചേർത്തു. എന്തായാലും മന്ത്രിയുടെ വിവാദ പരാമർശത്തിൽ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിലും അസംതൃപ്തി പടർന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ ദേശീയ തല പരിപാടിയാണ് കേരളത്തിൽ UDF മന്ത്രിസഭ കൊണ്ടുവന്നത്. കെ.എസ്.ആർ.ടി.സിയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന വാഗ്ദാനം ഉൾപ്പെടെ നിരത്തിയാണ് UDF തിരഞ്ഞെടുപ്പ് പ്രചരണം നയിച്ചതെങ്കിലും അധികാരത്തിൽ വന്നതോടെ പ്രിയദർശിനി പദ്ധതിയിൽ വെള്ളം ചേർത്തു. ജില്ലകളിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നാക്കി പദ്ധതി ഒതുക്കി. ഈ യാത്രയെ അപഹസിച്ചാണ് മന്ത്രി സംസാരിച്ചത്. എന്തായാലും ജോണിന്റെ പ്രസ്താവന UDFനെയും കോൺഗ്രസിനെയും ഒരുപോലെ വിട്ടിലാക്കിയിരിക്കുകയാണ്.